ഇനിയും ആ ചോദ്യം ബാക്കിയാണ്. ആരായിരുന്നു കൃഷ്ണൻ? അച്ചടക്കമില്ലാത്ത വികൃതിയായ ഒരു കൊച്ചുകുട്ടി, സർവചരാചരങ്ങളെയും മുരളീവായനയിൽ മയക്കിയ സംഗീത വിദ്വാൻ, മനോഹരമായതും പ്രീതിയുളവാക്കുന്നതുമായ നൃത്തം ചെയ്ത സുന്ദരനായ നർത്തകൻ, അപ്രതിരോധ്യമാം വണ്ണം കാമുകിമാരെ തന്നിലേക്ക് ആകർഷിച്ച കാമുക മനസ്സുള്ളവൻ, സഭയിൽ അപമാനിക്കപ്പെട്ട സ്ത്രീത്വത്തിന്റെ മാനം കാത്തവൻ, വീരനും ധീരനുമായ പോരാളി, യുദ്ധത്തിൽ നിന്നും ഒളിച്ചോടിയ ഭീരു, ശാന്തിദൂതൻ, ഋഷി, മോഷ്ടാവ്, അനിവാര്യമായ യുദ്ധത്തിൽ പ്രതിജ്ഞ പോലും ലംഘിച്ച് ആയുധമെടുക്കാൻ തുനിഞ്ഞവൻ, തന്റെ സുഹൃത്തിന്റെ അപാരമായ സാധ്യതകളിലേക്ക് വെളിച്ചം വീശി അവനെ യുദ്ധത്തിന് പര്യാപ്തനാക്കിയവൻ, യാഗങ്ങളെയും യജ്ഞങ്ങളെയും യഥാവിധി അനുഷ്ഠിക്കുകയും എന്നാൽ ജീവിതം അവയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകരുതെന്നും പറഞ്ഞവൻ, തന്റെ സേനയെപ്പോലും അപരന് ദയാരഹിതമെന്ന് തോന്നുന്ന വിധം ഉപേക്ഷിച്ചവൻ, വിവേകശാലിയും കൗശലക്കാരനായ നയതന്ത്രജ്ഞൻ, അധികാരത്തെ സ്വീകരിക്കുവാനും അതേസമയം പുല്ലുപോലെ വലിച്ചെറിയുവാനും മടിയില്ലാത്തവൻ, സംഭാഷണങ്ങളിൽ അങ്ങേയറ്റം മാന്യത പുലർത്തി സംസാരിക്കുന്ന കുലീനൻ, യോഗസപര്യയുടെ മറുകര കണ്ടവൻ, ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യവുമായും ഇണങ്ങിച്ചേരാൻ സാധിക്കുന്നവൻ, ജീവിതത്തെ അതിന്റെ പരിപൂർണമായ വർണ്ണവൈവിധ്യങ്ങളിൽ അനുഭവിച്ചറിഞ്ഞവൻ, പ്രകൃതിയോടിണങ്ങി ജീവിച്ചവൻ. യഥാർത്ഥത്തിൽ ആരായിരുന്നു കൃഷ്ണൻ? ഇതൊന്നുമായിരുന്നില്ലേ? അതോ ഇതെല്ലാമായിരുന്നു? കൃഷ്ണനെ കേവലം വാക്കുകളിൽ ഒതുക്കാനാകുമോ? കൃഷ്ണനെ പൂർണ്ണമായി അറിഞ്ഞവർ ആരുണ്ട്? അറിഞ്ഞവരുണ്ടെങ്കിൽ അവരെപ്പോലെ ഭാഗ്യവാന്മാർ ആരുണ്ട്? പലരും കൃഷ്ണനെ കണ്ടത് പലർക്കും പല വിധത്തിലാണ്.